അല്ലു അർജുനെ ഇവിടെ ആർക്കും അറിയാൻ പാടില്ല. അപ്പോഴാണ് ആര്യ ഇവിടെ വരുന്നത്. ആര്യയിലെ പാട്ടെല്ലാം ഇപ്പോഴും ഹിറ്റാണ്. അപ്പോൾ അതിൽ സ്റ്റാർ വാല്യൂ ഉള്ള ആൾക്കാർ എഴുതണം. നമ്മളെ കൊണ്ടൊന്നും എഴുതിക്കില്ല. അങ്ങനെയാണ് ഐ ആം വെരി സോറി ഒരു 4000 സോറി, നാദാ ബംഗ സോറിയാണ്. അത് 4000 എന്നാണ്. അതിനെ നമുക്ക് ഇഷ്ടമില്ല അല്ലെങ്കിൽ എന്ന് പറയാൻ ഒക്കില്ല. കാര്യം ഒരുപാട് അലഞ്ഞിട്ടുണ്ട് ബാല്യത്തിലും കൗമാരത്തിലും. ഒരു സംഗീത സംവിധായകനോട് ഇന്നയാൾ പാടിയ നന്നായിരിക്കുമെന്ന് ഞാൻ ഇതുവരെ പറഞ്ഞിട്ടില്ല. കാര്യം പറയാത്തത് സിനിമയിൽ പാട്ടിയതിനു ശേഷമാണ് ഇന്ത്യക്ക് പുറത്തു പോയത്. 7 പാട്ടുള്ള സിനിമയാണ്. ബാക്കിയൊക്കെ ഞങ്ങൾ സംവിധായകൻ പോലും അറിഞ്ഞിട്ടില്ല. ഗാനരചയിതാവ്, കവി, പ്രഭാഷകൻ, അങ്ങനെ നിരവധി വിശേഷങ്ങളുള്ള രാജീവ് ആലിങ്കലിനും അദ്ദേഹത്തിന്റെ മകൻ ആകാശ് രാജുമാണ് ഇന്ന് നമ്മളോടൊപ്പം ഉള്ളത്. ഹായ് സാർ, ആകാശ്, വെൽക്കം ടു ദി ഷോ. കഴിഞ്ഞ നാടകം, സിനിമ, ആൽബങ്ങളിലായിട്ട് ഒരു ഏകദേശം 4500 പാട്ടുകളോളം ചെയ്തിട്ടുണ്ട്, രചിച്ചിട്ടുണ്ട്. ഇപ്പം കാലഘട്ടത്തിനനുസരിച്ച് പല മാറ്റങ്ങളും സംഭവിച്ചിട്ടുണ്ട്. അപ്പം രചനകളിൽ അത് മാറ്റം സംഭവിച്ചിട്ടുണ്ടോ? തീർച്ചയായിട്ടും. ഞാൻ പാട്ട് എഴുതാൻ തുടങ്ങിയിട്ട് ഇത് 30ാമത്തെ വർഷമാണ്. 93 നാടകത്തിൽ എഴുതുകയും 97 ഓഡിയോ കാസറ്റ് രംഗത്ത് വരികയും 2003 സിനിമയിൽ വരികയും ചെയ്തു. അപ്പോൾ ഈ കാലഘട്ടത്തിനിടയ്ക്ക് പാട്ടുകളിൽ മാറ്റമുണ്ട്, സമൂഹത്തിന് മാറ്റം ഉണ്ടായിട്ടുണ്ട്. ഓണവും വിഷുവും ക്രിസ്മസും ഒക്കെ പല രീതിയിൽ മാറിപ്പോയിട്ടുണ്ട് ആചാരങ്ങളിൽ. അതിനനുസരിച്ച് പാട്ടിലും മാറ്റം വരും. പിന്നെ ഒരു കാലത്ത് ഓണപ്പാട്ട് എഴുതാൻ നേരത്ത് നമ്മുടെ ഓണത്തിൻ്റെ ആചാരങ്ങളും അതുപോലെ തന്നെ നാട്ടുപ്രകൃതി, അതുപോലെ തന്നെ നമ്മുടെ കേരളത്തിൻ്റെ തനിമ, ചരിത്രം, ഇതൊക്കെ ആവശ്യമായിരുന്നു. പിന്നീട് അതൊന്നും വേണ്ട എന്നായി. കാര്യം ഓണം കഴിഞ്ഞിട്ടും ഈ പാട്ട് വിറ്റ് പോകണം എന്ന് പറഞ്ഞു. അപ്പോൾ ഒരർത്ഥം ഒന്നൊക്കെ സൂത്രത്തിൽ എവിടെയെങ്കിലും വച്ചാൽ മതി എന്നായി. അപ്പോൾ ഈ ഒരു മാറ്റം ഇതുണ്ട്. പുതിയ സിനിമയിലും അതുപോലെ മാറ്റം ഉണ്ടാവും. അതൊക്കെ പുതിയ ആൾക്കാർക്ക് ഇഷ്ടവുമാണ്. ഇപ്പം നമ്മുടെ ഇഷ്ടം മാത്രമല്ലല്ലോ ഇഷ്ടം. നമ്മൾ രൂപപ്പെട്ട അഭിരുചികളുണ്ട്. ആ അഭിരുചികൾക്ക് അപ്പുറത്തും ഇഷ്ടമുണ്ട്. നമ്മുടേതല്ലാത്ത ലോകമുണ്ട്, നമ്മുടേതല്ലാത്ത മനുഷ്യരുണ്ട്. അവർക്കും ഒരു ലോകമുണ്ട്, അവർക്കും ഒരു സ്വപ്നമുണ്ടോ എന്നുള്ള ചിന്തയുണ്ടാകുമ്പോൾ എല്ലാം നമ്മുടേത് മാത്രമാണ് നല്ലതെന്ന് തോന്നലുണ്ടാവില്ല. അപ്പം തന്നെ നമുക്ക് പരാതി പറയാൻ തോന്നുകയില്ല. നമ്മുടെ അഭിരുചിക്കനുസരിച്ച് ലോകം സഞ്ചരിക്കാത്തപ്പോഴാണല്ലോ നമുക്ക് അസംതൃപ്തി ഉണ്ടാകുന്നത്. ലോകം നമ്മുടെ മാത്രമല്ല എന്ന് ചിന്തിച്ചാൽ മതി. ഇപ്പം പുതിയ സംഗീത സംവിധായകര് പറയുമോ ഇങ്ങനെ ഈ പുതിയ കാലഘട്ടത്തിനനുസരിച്ച് മാറ്റം വരുത്തണമെന്ന് തന്നെ പ്രത്യേകം അവർ പറയാറുണ്ടോ സാറിനോട്? തീർച്ചയായിട്ടും അങ്ങനെ മാറ്റം വരണം. കാര്യം പാട്ട് കാലഘട്ടത്തിൻ്റെതാണ്. ഇപ്പോൾ ഒരു കൃഷിപ്പാട്ട് പാടുക എന്ന് പറയുമ്പോൾ ചക്രം തേകുന്നതെന്ന് പറഞ്ഞ് എഴുതാനൊക്കില്ല. അങ്ങനെ ചക്രമൊന്നും ആരും തേകുന്നില്ല. നമ്മൾ പോലും പലപ്പോഴും കൃഷി ചെയ്യുന്നില്ലല്ലോ, കൊയ്യുന്നില്ല. ഒരു കൊയ്ത്ത് പാട്ട് എങ്ങനെ വരും കൊയ്ത്ത് മെഷീനുള്ള കാലത്ത്? അപ്പോൾ കാലഘട്ടത്തിനനുസരിച്ച് മാറണം. അപ്പോൾ ഒരു സിനിമയിൽ ഇപ്പോൾ കുറേ ആൾക്കാർ നിന്ന് കൊയ്യുന്നു എന്ന് കണ്ടാൽ അത് ഈ കാലഘട്ടത്തിൻ്റെ ഒരു രംഗമല്ല. അപ്പോൾ അങ്ങനെ അനുസരിച്ച് മാറ്റം ഉണ്ടാവും. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ യന്ത്രത്തേക്ക് ഉപയോഗിക്കാം. യന്ത്രം കൊണ്ട് കൊയ്യുന്നതായിട്ടൊക്കെ പാട്ടിൽ ഉപയോഗിക്കേണ്ടി വരും. പലപ്പോഴും പല ഇംഗ്ലീഷ് പദങ്ങളും നമ്മുടെ പാട്ടിൽ വേണ്ടി വന്നേക്കാം. അതൊക്കെ മലയാളത്തിൻ്റെ പദങ്ങളായി മാറിക്കഴിഞ്ഞ സാഹചര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഒരു കവിത എഴുതുമ്പോൾ പോലും സ്കൂളെന്നും ബെഞ്ചെന്നും ഒക്കെ നമ്മൾ അല്ലാതെ കലാലയമൊന്നും ഉപയോഗിക്കാനാവാത്ത ഒരു സ്ഥിതി വന്നിട്ടുണ്ട്. കലാലയം എന്ന് പറഞ്ഞാൽ എന്ത് കലാലയമാണ്? സ്കൂൾ തന്നെയാണ് സ്കൂളിപ്പോൾ. അപ്പോൾ അങ്ങനെയൊക്കെ മാറ്റം വരുമ്പോൾ അതിനനുസരിച്ച് അടിസ്ഥാനപരമായി മനുഷ്യൻ്റെ വികാരങ്ങൾക്കാണ് മാറ്റമില്ലാത്തത്. ഒരച്ഛൻ മരിച്ചു കിടക്കുമ്പോൾ ഏത് മകനും വൈകാരികമായ ബന്ധമുണ്ടെങ്കിൽ ത്രേതായുഗത്തിൽ കരഞ്ഞ പോലെ തന്നെ കരയും. രാമനെ കാട്ടിലയച്ചപ്പോൾ ദശരഥനുള്ള എല്ലാ സങ്കടവും ആകാശിനെ ഏതെങ്കിലും യുദ്ധമുള്ള രാജ്യത്തേക്ക് ഞാൻ ജോലിക്ക് അയക്കുമ്പോൾ എനിക്കുണ്ടാവും. വിഷ്ണുലേ മാറുള്ളൂ. ദശരഥൻ പറഞ്ഞു കാണും വത്സ സൗമിത്ര എന്നൊക്കെ രാമൻ പറഞ്ഞു കാണും, അല്ലെ കുമാര നീ കേൾക്കണം മത്സരാദ്യം വെടിഞ്ഞെന്നുടെ വാക്കുകൾ എന്നൊക്കെ രാമൻ പണ്ട് പറഞ്ഞതുപോലെ ചിലപ്പോൾ നമുക്കിപ്പോൾ പറയാൻ കഴിഞ്ഞില്ല എന്നുള്ളൂ. നമുക്ക് നമ്മുടേതായ ഭാഷയിൽ പറയും. പക്ഷെ അടിസ്ഥാനപരമായ മാനുഷിക വികാരങ്ങൾക്ക് ഭൂമിയിൽ മനുഷ്യരുള്ള കാലത്തോളം മാറ്റം ഉണ്ടാവില്ല. ഈ സാർ ഇപ്പം ട്രെൻഡിനനുസരിച്ച് ഇപ്പം മാറ്റിയിട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പം അന്യഭാഷാ ചിത്രങ്ങളിലെ കൂടുതലും അല്ലേ അല്ലു അർജുൻ്റെ ഐ ആം വെരി സോറി എന്നൊക്കെ ഉള്ളത് പാട്ടുകളൊക്കെ സാറ് ഇടക്കാലത്ത് എഴുതിയിരുന്നു. പിന്നെ വേണ്ടെന്ന് വെച്ചതാണോ, വരാത്തത് കൊണ്ടാണോ, എന്താണ്? അത് പിന്നെ ഈ ഒരു ഡബ്ബിംഗ് ചിത്രത്തിന്റെ ഒഴുക്കുണ്ടായത് 2003 പ്രണയമായി എന്ന് പറഞ്ഞ ആൽബമാണ്. അപ്പം ഞാൻ ഹരിഹരൻ പിള്ള ഹാപ്പിയാണ് എന്ന ഒരു മോഹൻലാൽ ചിത്രത്തിലെ എല്ലാ പാട്ടുകളും എഴുതി. അടുത്ത മാസം തന്നെ ഒരു പ്രിയദർശൻ പടത്തിൽ പാട്ട് എഴുതി, വെട്ടം. ഇങ്ങനെയൊക്കെ നിന്നിട്ടും എനിക്ക് കൂടുതൽ അവസരങ്ങൾ ലഭിക്കാത്തപ്പോഴാണ് ശ്രീ ഖാദർ ഹസൻ
എന്നെ ഒരു ഡബ്ബിംഗ് ചിത്രത്തിലേക്ക് പാട്ട് എഴുതാൻ വിളിച്ചത്. അപ്പോൾ ഡബ്ബിംഗ് ചിത്രത്തിൽ ഒരുപാട് നീണ്ട ഇടവേളയ്ക്ക് ശേഷം ഡബ്ബിംഗ് ചിത്രങ്ങൾ മലയാളത്തിലേക്ക് വരികയാണ്. പ്രണയമായി എന്നായിരുന്നു ആ പടത്തിൻ്റെ പേര്. അപ്പോൾ ഇതിനു മുമ്പ് എഴുതിയ മങ്കമ്പു സാറിനൊക്കെ അവിടുത്തെ ഭാഷ നന്നായിട്ട് അറിയാം. അദ്ദേഹം അത് ട്രാൻസ്ലേറ്റ് ചെയ്യുകയാണ് പതിവ്. ഇപ്പോൾ കബൂത്തർ ജ ജ ജ എന്നുള്ളത് കബോധമേ പോ 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 എന്നാണ് അദ്ദേഹം എഴുതിയത്. കബോധമേ പോ. അപ്പോൾ ഒരു 18 വയസ്സുകാരി കബോധമേ മാടപ്രാവിനെയാണ് ഈ പറയുന്നത്. അദ്ദേഹം അങ്ങനെ ട്രാൻസ്ലേറ്റ് ഞാനത് ട്രാൻസ്ക്രിയേറ്റ് ചെയ്തു. കാര്യം എനിക്ക് ആ ഭാഷ അറിയാൻ പാടില്ലായിരുന്നു. ഭാഷ അറിയാൻ പാടില്ലാത്തത് ഒരു പരിമിതിയല്ല, ഒരു ഗുണമായി മാറി. അങ്ങനെയാണ് ഐ ആം വെരി സോറി ഒരു 4000 സോറി, നാദാ ബംഗ സോറിയാണ്, അത് 4000 എന്നാണ് ഞാൻ എഴുതി വെച്ചത്. ആ ഒരു വലിയ ട്രെൻഡായിരുന്നു. പിന്നെ ആര്യ വന്നു. അല്ലു അർജുനെ ഇവിടെ ആർക്കും അറിയാൻ പാടില്ലായിരുന്നു. അപ്പോഴാണ് ആര്യ ഇവിടെ വരുന്നത്. ആര്യയിലെ പാട്ടെല്ലാം ഇപ്പോഴും ഹിറ്റാണ്. എൻ പ്രേമത്തിന് കോപം കാണും, അതുപോലെ തന്നെ ഏതോ പ്രിയ രാഗം മൂളി ഞാൻ, പിന്നെ തകതിമിതോം തകതിമിതോം, ഇതൊക്കെ 22-23 വർഷം പഴക്കമുള്ള പാട്ടാണെന്ന് ആരും ഓർക്കില്ല. കാര്യം ഇപ്പോഴും ക്യാമ്പസുകളിലൊക്കെ പാട്ടൊക്കെ പാടുന്നുണ്ട്. അപ്പോൾ ഇതൊരു ട്രെൻഡായി ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. അതിൽ തുടരാൻ കഴിയാതിരുന്നത് ഈ ഡബ്ബിംഗ് ചിത്രത്തിൽ നിരന്തരമായി പാട്ട് എഴുതി കഴിയുമ്പോൾ മലയാള സിനിമയിൽ എനിക്ക് സജീവമാകാനുള്ള അവസരങ്ങൾ നഷ്ടപ്പെടും. അപ്പോൾ ഈ ഡബ്ബിംഗ് ചിത്രത്തിലെ പാട്ട് മലയാള സിനിമയിലെ പാട്ടായിട്ട് ആരും പരിഗണിച്ചുമില്ല. എന്നാൽ ഈ പാട്ടുകൾ കാരണം ഞാൻ ക്യാമ്പസുകളിലൊക്കെ ഒരുപാട് സഞ്ചരിക്കാൻ, കൂടുതൽ സമ്മേളനങ്ങളിൽ പോകാനൊക്കെ ഉള്ള അവസരങ്ങളും ഉണ്ടായി. പക്ഷെ സിനിമയിൽ സജീവമാകാൻ ഇത് വേണ്ടെന്ന് വയ്ക്കുക എന്ന് പറയുന്ന വളരെ സേഫായൊരു ഇടമായിരുന്നു എനിക്കത്. കാര്യം ഞാൻ എഴുതും, നന്നായി പൈസ കിട്ടുമെന്ന ആ ഒരു നല്ലൊരു ഏരിയ ആയിരുന്നു. അത് ധൈര്യപൂർവ്വം അന്ന് 2005 വേണ്ടെന്ന് വെച്ചതുകൊണ്ടാണ് ഞാൻ പിന്നീട് 135 പടത്തിൽ പാട്ട് എഴുതിയത്. ആകാശ്, രമേഷ് പിഷാരടിയുടെ ഒരു ജട്ടിക്കഥ എന്ന് പറയുന്നതിൽ കൂടിയാണ് സിനിമയിലേക്ക് എൻട്രി ആയതല്ലേ? അങ്ങനെ ഒരു വീഡിയോ ചെയ്യാനുള്ളൊരു എന്താ അച്ഛന്റെ സപ്പോർട്ട് കൂടി തന്നെ ചെയ്താണോ അതോ? അത് ഞാൻ ഇടയ്ക്ക് ഓരോ അഭിനയിക്കുന്ന ഓരോ റീലുകൾ ടൈപ്പ് വീഡിയോസ് ഒരു 2ാം ക്ലാസ് തൊട്ടേ ചെയ്യും. ചെയ്ത് ഒരു ദിവസം രമേഷ് പിഷാരടി ഞങ്ങൾ ഒരു ചാനൽ പരിപാടിയിൽ പറഞ്ഞൊരു കഥ ഇങ്ങനെ പറഞ്ഞു. അപ്പൊ ഞാനതെടുത്ത് എന്റേതായിട്ടുള്ള ഒരു രീതിയിൽ ഒരു വിഷ്വലൈസ് ചെയ്തു. 8 കഥാപാത്രങ്ങളുള്ള ഒരു കഥയാണ്. അത് ഞാൻ എന്റേതായിട്ടുള്ള രീതിയിൽ 8 കഥാപാത്രങ്ങൾ ഞാനായിട്ട് ചെയ്ത് ഫേസ്ബുക്കിൽ ഇട്ടൊരു ഒരാഴ്ച കഴിഞ്ഞപ്പോൾ ഏകദേശം 10 ലക്ഷമായി, 20 ലക്ഷമായി. ഇപ്പൊ ഏകദേശം 2.5 കോടിയോളം പേര് അത് കണ്ടിട്ടുണ്ട്. അപ്പൊ അങ്ങനെ കണ്ടതിൽ താഴെ തന്നെ നമ്പർ കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പൊ അത് അമേരിക്കയില് സിനിമാടം ബാബുവാനെ അങ്കിളിന്റെ ചേട്ടൻ തമ്പിയാനണി അങ്കിള് അത് കാണാനിടയുണ്ടായി. അപ്പൊ തമ്പിയാനണി ഞങ്ങൾ വിളിക്കുകയും, തമ്പിയാനണി ഞങ്ങൾ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു പടമായിരുന്നു. പിന്നെ കൂടെ ശ്രീലാലങ്ങൾ എന്ന് പറഞ്ഞവരും പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു പടം. സംവിധാനം ചെയ്തത് നമ്മുടെ മോഹൻലാലങ്ങൾ വെച്ച് അഹം സംവിധാനം ചെയ്ത രാജീവ് സാറാണ്. അപ്പൊ ആ ഒരു പടത്തിലൊരു സെൻട്രൽ ക്യാരക്ടർ, ഏകദേശം 10-33 സീനുള്ള ശ്രീധരൻ എന്നുള്ള ഒരു ക്യാരക്ടർ, ഒരു അവാർഡ് മൂവി ആയിരുന്നു. പക്ഷെ ഒരു കാലിക പ്രസിദ്ധിയുള്ള ചിത്രമായിരുന്നു. അതിൽ എനിക്ക് 2022 മികച്ച ബാലനടനുള്ള സംസ്ഥാന ഫിലിം ക്രിറ്റിക്സ് അവാർഡ് കിട്ടി. പിന്നെയും കുറെ അവാർഡുകൾ അതിന്റെ കൂട്ടത്തിൽ കിട്ടിയത്. അതെ. അപ്പൊ ഇനിയും പിന്നെ സിനിമയിലേക്ക് ഇനിയും നോക്കുന്നില്ലാത്ത എന്താ? നോക്കുന്നില്ലെന്നല്ല, അത് 9ാം ക്ലാസ്സിലാണ് ഞാൻ ചെയ്തത്. 9 കഴിഞ്ഞ് 10 +1+2 ഒരു ഇതായിരുന്നു. അത് കഴിഞ്ഞിട്ട് നോക്കാം എന്ന് അങ്ങനത്തെ ഒരു പഴയ കുറച്ച് ആൾക്കാരുമായിട്ട് സൗഹൃദത്തില് ഉണ്ടായിരുന്നല്ലോ. ഇപ്പൊ പുതിയ സംഗീത സംവിധായകരോടൊപ്പം പ്രവർത്തിക്കാൻ അവസരം ലഭിച്ചിട്ടുണ്ടാവുമല്ലോ. എങ്ങനെ ആ ഒരു മാറ്റത്തെ എങ്ങനെയാണ് സാർ കാണുന്നത്? ഈ ജീവിതം പോലെ തന്നെയുള്ളൊരു മാറ്റമാണ്. ഞാൻ 93 രംഗത്ത് വരുമ്പോൾ നാടകത്തിലെ ഏറ്റവും വലിയ സംഗീത സംവിധായകർ MK അർജുനൻ മാഷ്, വൈപ്പിൻ സുരേന്ദ്രൻ, ഫ്രാൻസിസ് വലപ്പാട്, കുമരകൻ രായപ്പൻ, കലവൂർ ബാലൻ, ഈ 5 പേരും ഇപ്പോൾ ഇല്ല. ആ 5 പേരുമായി സഹകരിക്കാൻ കഴിഞ്ഞ എൻ്റെ തലമുറയിലെ ഏക ആളാണ് ഞാൻ. ഈ 50 വയസ്സിന് താഴെ അങ്ങനെ മറ്റൊരാൾക്കും ആ ഭാഗ്യം ഉണ്ടായിട്ടില്ല. കാസറ്റ് രംഗത്ത് വന്നപ്പോഴും അതുപോലെ തന്നെ ദക്ഷിണാമൂർത്തി സ്വാമി, പിന്നെ TS രാധാകൃഷ്ണൻ, പെരുമ്പാവൂർ G രവീന്ദ്രനാഥ്, J വിജയ, MG രാധാകൃഷ്ണൻ, അവരുമായിട്ടൊക്കെ അടുത്തിരിക്കാൻ കഴിഞ്ഞു എനിക്ക്. ഇപ്പോൾ സിനിമയിലാണെങ്കിൽ തന്നെയും ഔസേപ്പച്ചൻ, മോഹൻ സിതാര, വിദ്യാസാഗർ, M ജയചന്ദ്രൻ, MG ശ്രീകുമാർ, വല്ലാതൊരു ഭാഗ്യമാണ്. MG ശ്രീകുമാർ 10 സിനിമകളിൽ എന്നെ സംഗീതം ചെയ്തപ്പോൾ എന്നെ പാട്ടെഴുതാൻ വിളിച്ചു. അദ്ദേഹം 12 സിനിമയിലെ സംഗീതം ചെയ്തിട്ടുള്ളൂ. അതിൽ 10ലും എന്നെയാണ് വിളിച്ചത്. അപ്പോൾ ഒരുപാട് പേരുമായിട്ട് സഹകരിക്കാനുള്ളൊരു ഭാഗ്യം എനിക്കുണ്ടായിട്ടുണ്ട്, AR റഹ്മാനുമായിട്ട് ഉൾപ്പെടെ. അപ്പോൾ പുതിയ ആൾക്കാർ വരുമ്പോൾ അവരുടേതായ ഒരു സംസ്കാരം ആ പാട്ടിലുണ്ടാവും. അതിനെ നമുക്കിഷ്ടമില്ല അല്ലെങ്കിൽ എന്ന് പറയാൻ ഒക്കില്ല. കാര്യം അത് അവരുടെ ആണ്. അതിനനുസരിച്ച് നമ്മൾ കൂടെ നിൽക്കുക, അതിനൊപ്പിച്ച് പാട്ട് എഴുതുക എന്നുള്ളതാണ്. നമ്മൾ കേട്ട് പരിചരിച്ച, ഇഷ്ടപ്പെട്ട, നമുക്ക് മാത്രം ഇഷ്ടമുള്ള ചില ഭൂമിക ഉണ്ട്.
അതിപ്പോഴും നമ്മുടേതായിരിക്കും, പക്ഷേ മറ്റൊരാളുടെ ഇഷ്ടത്തിനനുസരിച്ച് കൂടി നീക്കുക എന്നുള്ള സംഭവമുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാ സംഗീത സംവിധായകരും ഓരോ ഓരോ ഫ്ലേവറുകളാണ്. അപ്പോൾ അവരുമായിട്ട് സഹകരിക്കുക എന്ന് പറയുന്നത് ഓരോ അനുഭവങ്ങളാണ്. നമ്മളൊരു ഗാനം രചിക്കുമ്പോഴേ നമ്മളിങ്ങനെ ഓർക്കാറുണ്ട്, എൻ്റെ ഈ പാട്ട് അല്ലെങ്കിൽ അന്യ ഒരാൾ പാടണമെന്നൊക്കെ നമ്മൾ സംഗീത സംവിധായകരോട് പറയാറുണ്ടോ? ഇല്ല, നമ്മൾ ഒരു സംഗീത സംവിധായകനോട് ഇന്നയാൾ പാടണമെന്ന് ആഗ്രഹം തോന്നില്ലേ? ആഗ്രഹം ഒരേ ഒരാളെ പാടണമെന്ന് മാത്രമാണ് ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ചിരിക്കുന്നത്. സാക്ഷാൽ ഗാനഗന്ധർവൻ യേശുദാസിനെ ഒന്ന് കാണണമെന്ന് ആഗ്രഹിച്ചിട്ട് കിലോമീറ്ററുകളോളം വാടക സൈക്കിളിൽ ചവിട്ടി ഒരുപാട് അലഞ്ഞിട്ടുണ്ട് ബാല്യത്തിലും കൗമാരത്തിലൊക്കെ. അപ്പോൾ ആ ഗാനഗന്ധർവൻ പാട്ടെഴുത്തുകാരനാകുമ്പോൾ ഒരു പാട്ട് പാടണം. അപ്പോൾ ആദ്യ സിനിമയിൽ പാടി, തരങ്കിണി ഉൾപ്പെടെയുള്ള കാസറ്റുകളിൽ ദാസേട്ടനോടൊപ്പം സഹകരിക്കാൻ കഴിഞ്ഞു. ഒരുപാട് മണിക്കൂറുകൾ അദ്ദേഹത്തിൻ്റെ സംസാരം കേട്ട് സ്റ്റുഡിയോയിലും വീട്ടിലും ഒക്കെ അടുത്തിരിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അതിനപ്പുറം ഒരു ക്രൈസ് ലോകത്ത് ഒരാളോട് ഉണ്ടായിട്ടില്ല ഇതുവരെ. അപ്പോൾ പിന്നെ ജയേന്ദ്രനും ചിത്രയും MG ശ്രീകുമാറും ഒക്കെ, അവരൊക്കെ നമ്മുടെ കുട്ടിക്കാലം തൊട്ടേ നമ്മൾ ആരാധിക്കുന്നവരാണ്. പക്ഷേ യേശുദാസ് എന്ന് പറയുന്ന മഹാഗായകൻ്റെ ശബ്ദം ഞാൻ എഴുതിയ അക്ഷരങ്ങൾക്ക് ഉണ്ടാവുന്ന ഒരു ആത്മനിർവൃതിയുണ്ട്. അത് ഒരുപക്ഷെ എല്ലാവർക്കും ഉണ്ടാവുന്നതാണത്. അദ്ദേഹത്തെ കാണുമ്പോഴുണ്ടാവും. ഏതൊരു എഴുത്തുകാരനും അദ്ദേഹത്തുമായിട്ട് സഹകരിക്കുമ്പോൾ ഈ ഒരു അനുഭൂതി പറഞ്ഞു തീരാൻ ഒരുപക്ഷെ ആവാത്ത അനുഭൂതിയാണത്. ആ അനുഭൂതി എനിക്കും ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ഒരു സംഗീത സംവിധായകനോട് ഇന്നയാൾ പാടിയാൽ നന്നായിരിക്കുമെന്ന് ഞാൻ ഇതുവരെ പറഞ്ഞിട്ടില്ല. കാര്യം പറയാത്തത് അത് മറ്റൊരു സഹപ്രവർത്തകന് ദോഷമായി പോകും എന്നുള്ളൊരു പേടി കൊണ്ടാണ്. സാറിന് അങ്ങനെ ഇപ്പം ദാസേട്ടനെ കാണാൻ ഒത്തിരി സൈക്കിളിൽ സഞ്ചരിച്ച കഥ, അനിയനോടൊപ്പം സഞ്ചരിച്ച കഥയൊക്കെ പറഞ്ഞിരുന്നു. അതൊരു വേദനിപ്പിക്കുന്ന ഒരു ഓർമ്മ തന്നെയാണ് അല്ലെ മകന്? പക്ഷെ ഇപ്പൊ എല്ലാവരെയും നേരിൽ അടുത്തറിഞ്ഞ്. എൻ്റെ അനുജൻ ഈ പ്രായത്തിൽ മരിച്ചു. ഇവന് ഇപ്പൊ 17 വയസ്സ്. ഈ പ്രായത്തിൽ എൻ്റെ അനിയൻ മരിച്ചു. അപ്പോൾ അനിയനുമായിട്ടാണ് ഞാനിങ്ങനെ ഇവരെയൊക്കെ കാണാൻ വേണ്ടി വാടക സൈക്കിളിൽ എൻ്റെ ബാല്യത്തിലും കൗമാരത്തിലും ഒരുപാട് അലഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ മരിക്കുന്നതിന് മുമ്പ് അവൻ്റെ ഡയറിയിൽ നിറച്ച് ഈ MG ശ്രീകുമാറിൻ്റെയും ബിജു നാരായണൻ്റെയും യേശുദാസിൻ്റെയും ജയേന്ദ്രൻ്റെയും ചിത്രയുടെയും സുജാതയുടെയും ഒക്കെ ഫോട്ടോകളായിരുന്നു. ഒരു 17 വയസ്സുകാരൻ്റെ സ്വപ്നത്തിൽ ഇങ്ങനെ നിറഞ്ഞു നിന്ന വലിയ വലിയ ആൾക്കാരാണ് ഈ നാനയിലെ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഫോട്ടോ അവനൊട്ടിച്ച് വെച്ചത്. അവരുമായി എനിക്ക് സഹകരിക്കാൻ കഴിഞ്ഞു എന്നുള്ളത് വലിയൊരു വല്ലാത്തൊരു നിർവൃതിയായിട്ടാണ് തോന്നുന്നത്. അപ്പോൾ ഞാനതൊന്നും അവരോട് പറഞ്ഞിട്ടില്ല, ഈ എൻ്റെ സഹപ്രവർത്തകരോടൊന്നും പറഞ്ഞിട്ടില്ല. പക്ഷേ അതൊരു വല്ലാത്തൊരു ആനന്ദമാണ്. ഈ MG ശ്രീകുമാറൊക്കെ എന്നെ സുഹൃത്തിനെ പോലെ പലപ്പോഴും ഇടയ്ക്ക് പെരുമാറുമ്പോഴൊക്കെ ഞാൻ വളരെ ഭയത്തോടെ ഉള്ളിൽ ഓർക്കുന്നത് ഇവരുടെയൊക്കെ ഗാനമേള കാണാൻ വേണ്ടി. ശ്രീകുമാരേട്ടൻ കാരണമാണ് ഞാൻ പ്രിയദർശൻ്റെ 3 സിനിമയിൽ പാട്ട് എഴുതിയത്. വെട്ടത്തിൽ, അറബിയൊട്ടകത്തിൽ, ആമയും മുയലും. അദ്ദേഹത്തിൻ്റെ വിക്കിപീഡിയ എടുത്ത് നോക്കിയാൽ അറിയാം, ഏറ്റവും കൂടുതൽ അദ്ദേഹവുമായി സഹകരിച്ച 2 ഗാനരചയിതാക്കൾ ഗിരീഷ് പുത്തഞ്ചേരിയും ഞാനും ഒന്ന് എഴുതിയിട്ടുണ്ട്. അത് വല്ലാത്തൊരു അനുഭൂതിയാണ് അദ്ദേഹമായിട്ടൊക്കെ അങ്ങനെ സഹകരിക്കാൻ കഴിഞ്ഞത്. അദ്ദേഹം ഇൻ്റർവ്യൂവിൽ പറഞ്ഞിട്ടുണ്ട്, ഗിരീഷ് ഏട്ടൻ കഴിഞ്ഞാൽ എനിക്ക് ഏറ്റവും കംഫർട്ടായിട്ടുള്ള ഒരു ഗാനരചയിതാവാണ് രാജീവ് ആലങ്കൽ എന്ന്. അദ്ദേഹത്തിൻ്റെ അയ്യപ്പ ഗാനങ്ങളിൽ സാമവേദം, നാവിലുണർത്തിയ സ്വാമിയെ ഉൾപ്പെടെ ഒരുപാട് ഭക്തിഗാനം, ഏകദേശം 250ഓളം അയ്യപ്പ ഭക്തി ഗാനങ്ങൾ MG ശ്രീകുമാർ പാടിയത് ഞാൻ എഴുതിയിട്ടുണ്ട്. ഇതൊക്കെ ഒരു വല്ലാത്ത അനുഭൂതിയാണ്. സൗഹൃദം ശരിക്കും അല്ലേ? ഇതൊന്നും സൗഹൃദമായിട്ട് ഞാൻ കരുതുന്നേ ഇല്ല. ഇവരുമായിട്ടുള്ളതൊന്നും സൗഹൃദമല്ല. ഇതൊക്കെ നമ്മുടെ ഗുരുക്കന്മാരെയും ഒരുപക്ഷെ ദൈവങ്ങളെ നമ്മുടെ കൂട്ടുകാരായി കിട്ടുന്ന അനുഭൂതിയാണ് ഞാൻ അനുഭവിക്കുന്നത്. അതുകൊണ്ട് ഇവരോടൊന്നും ഞാൻ അത്രയൊന്നും എന്നെ ഇങ്ങോട്ട് അങ്ങനെ സൗഹൃദത്തിലേക്ക് അവർ കാണുമ്പോഴും ഉള്ളിൽ ഞാൻ ആ കുട്ടിയും ആ കൗമാരക്കാരനൊക്കെയാണ്. അതുകൊണ്ട് തന്നെ ഞാൻ അവരോട് അങ്ങനെ അങ്ങോട്ട് മിസ്യൂസിങ് നടത്തിയിട്ടില്ല അവരോടൊന്നും. ഏറ്റവും വലിയ പിന്നെ ആദരവോടെയും അത്രമേൽ അനുഭൂതിയോടെയും ഞാൻ അവരോട് ഇടപെട്ടിട്ടുള്ളൂ. എൻ്റെ തലമുറയിൽ എനിക്ക് മാത്രം കിട്ടിയ ഒരുപാട് ഭാഗ്യങ്ങളുണ്ട് അങ്ങനെ. ഇപ്പം സ്വാമി ദക്ഷിണാമൂർത്തി സ്വാമി ശിവം എന്ന ഭക്തിഗാനത്തിന് കമ്പോസ് ചെയ്യാൻ വേണ്ടി രണ്ട് പാട്ട് എന്നെ 2 പാട്ട് രാജീവ് കൂടെ എഴുതിക്കോട്ടെ എന്ന് അദ്ദേഹം പറഞ്ഞൊരു നിമിഷമുണ്ട്. അപ്പം ഞാൻ അദ്ദേഹത്തെ കാണാൻ വൈക്കത്തെ തെക്കേ നടയിൽ അദ്ദേഹം ഇരിക്കുകയാണ്, പിന്നെ താഴെ ഇരിക്കുകയാണ്. അപ്പം ഞാൻ അദ്ദേഹത്തെ കാണാൻ ഈ പാട്ടും കൊണ്ട് ചെല്ലുന്നു. കാണുമ്പോഴേ നമുക്ക് ഈ അദ്ദേഹം സ്വപ്നങ്ങൾ നിങ്ങൾ സ്വർഗ്ഗകുമാരികളെല്ലാം ഒന്ന് വയലാറിൻ്റെ ഒരു പാട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ ഈണത്തിൽ. ആ പാട്ടെന്നെ വല്ലാതെ ആകർഷിച്ച പാട്ടാണ്. ഈ പാട്ടിൻ്റെ ഈണക്കാരനാണ് നമ്മുടെ പാട്ട് സ്വീകരിക്കാൻ. ഈ പാട്ടിങ്ങനെ കൊടുക്കാൻ നേരത്തെ അദ്ദേഹം ഇങ്ങനെ എഴുന്നേറ്റിട്ട് നമസ്കാരം എന്ന് പറഞ്ഞു. വൈക്കത്ത് അമ്പലത്തിൻ്റെ തെക്കേ നടയിൽ വെച്ച് എന്നെപ്പോലൊരു സാധാരണക്കാരനെ
ഒരു മഹാഗുരു നമസ്കരിക്കുകയാണ്. എന്നിട്ട് പറഞ്ഞു, തന്നെ കണ്ടല്ല ഞാൻ എഴുന്നേറ്റത്, തന്നെയല്ല നമസ്കരിച്ചത് എന്ന് പറഞ്ഞു. ഞാൻ ഇങ്ങനെ ഞെട്ടിപ്പോയി. അപ്പോൾ പറഞ്ഞു, താൻ സാക്ഷാൽ സരസ്വതിയാണ്, കയ്യിലിരിക്കുന്നത് സരസ്വതിയുടെ സമ്മാനമാണ് എന്ന് പറഞ്ഞു. ഈ മഹാഗുരുക്കന്മാർ ഇങ്ങനെയൊക്കെ സംസാരിക്കും. താണനിലത്തിൽ നീരോടുന്നു പറയില്ലേ. ഇപ്പം ഇവരൊക്കെ ഇങ്ങനെയാണ് നമ്മളോട് ഇടപെടുന്നത്. റഹ്മാന്റെ വൺ ലവ് എന്നൊരു ആൽബം ഉണ്ട്, താജ്മഹലിന്റെ മുമ്പിൽ റഹ്മാൻ പാടുന്നത്. 4 ഭാഷകളിൽ 4 പാട്ടാണ്. ഗുൽസാറും വൈരമുത്തും ഒക്കെയാണ് ഓരോ ഭാഷയിൽ എഴുതിയത്. ON സാറിനെ കൊണ്ട് മലയാളത്തിൽ എഴുതിക്കാൻ തീരുമാനിച്ച പാട്ടാണ്. സാറിന് അദ്ദേഹത്തിന്റെ അടുത്തെത്താനുള്ള സാങ്കേതിക ബുദ്ധിമുട്ടുകൾ അന്ന് ഉണ്ടായിരുന്നു. മറ്റൊരാളെ ഇങ്ങനെ തപ്പി നടക്കുകയാണ്. ഒരിക്കലും എന്നിലേക്ക് എത്താത്ത പാട്ട്. ചിത്ര ഏതോ ഹിന്ദി പാട്ട് പാടിക്കൊണ്ടിരിക്കുന്നതിനിടയ്ക്ക് രാജീവ് ആലങ്കൽ വന്ന് പെട്ടെന്ന് എഴുതും എന്ന് റഹ്മാനോട് പറയുകയാണ്. വർഷം 15ആയി റഹ്മാനെ ഞാൻ അടുത്ത് കാണുന്നു. റഹ്മാനെ അടുത്ത് കാണുമ്പോൾ ഒരു കുസൃതം ഉണ്ട്. റഹ്മാനെ പലർക്കും കാണാൻ കഴിയാത്തത് കൊണ്ട് ഇതിൻ്റെ തെളിവുണ്ടാക്കണമല്ലോ. അതിനുവേണ്ടി ഞാൻ റഹ്മാനെ കാണാൻ സ്റ്റുഡിയോയിലേക്ക്, പഞ്ചതൻ സ്റ്റുഡിയോയിലേക്ക് മുകളിലേക്ക് കയറി പോകുമ്പോൾ താഴത്തെ ഒരു ഫോട്ടോഗ്രാഫറെയും കൊണ്ട് കയറ്റിക്കൊണ്ടു പോവുകയാണ്. എൻ്റെ അന്നത്തെ ഒരു വല്ലാത്ത ആഗ്രഹം കൊണ്ട് സംഭവിച്ചതാണ്. ഇന്ന് ഞാനായിരുന്നെങ്കിൽ പോലും എന്ത് മര്യാദകളാണെന്ന് ആലോചിച്ചാൽ. പക്ഷെ റഹ്മാന് മനസ്സിലായി, ഒരു ആരാധകൻ്റെയോ ആദ്യം കാണുന്നവൻ്റെയോ വല്ലാത്ത ഒരു അടയാളപ്പെടുത്തലിൻ്റെ ആഗ്രഹമാണത്. അദ്ദേഹം എഴുന്നേറ്റ് വന്ന് വാ എന്ന് പറഞ്ഞിട്ട് ഈ റഹ്മാനുമായിട്ടുള്ള എൻ്റെ ഫോട്ടോകളൊക്കെ അന്ന് ആ ഫോട്ടോഗ്രാഫർ എടുത്തതാണ്. കാര്യം അന്ന് നമ്മുടെ മൊബൈൽ ഫോണിൽ ക്യാമറ ഇല്ലാത്ത കാലത്ത് ഈ റഹ്മാനുമായിട്ടൊക്കെ ഇങ്ങനെ ഒരുപാട് ഫോട്ടോകൾ ഉണ്ട്. അദ്ദേഹമായിട്ട് ഇരിക്കുന്നത്, നിൽക്കുന്നത്. അച്ഛൻ ഇങ്ങനെ വീട്ടിൽ നിന്ന് പറഞ്ഞു തരാറുണ്ട് എല്ലാ കാര്യങ്ങളും? ഉണ്ട്. അത് വീട്ടിനേക്കാളും കൂടുതലും അച്ഛൻ പോകുന്ന സാംസ്കാരിക സമ്മേളനങ്ങളിലൊക്കെ കൂടെ പോകാറുണ്ട്. അപ്പം അത് അങ്ങനെ ഒരു 10, 800, 1000-നടുത്ത് സമ്മേളനങ്ങൾ ഇന്ത്യക്ക് അകത്തും പുറത്തുമായി, ദുബായിലായാലും UK അങ്ങനെ ഓരോടത്തൊക്കെ പോകുമ്പോൾ കേട്ടിട്ടുണ്ട്. അപ്പൊ അങ്ങനെ ഒരു എത്ര പറയുക, ഒരു 5-6 വയസ്സ് തൊട്ട് ഇങ്ങനെ പോയി ആ ഒരു രൂപത്തിലെത്തിയിട്ടുണ്ട്. അപ്പോൾ കുറേ കാര്യങ്ങൾ അച്ഛൻ്റെ ആയാലും, അച്ഛൻ പോകുമ്പോൾ അവിടെ ചേർന്ന വലിയ വലിയ ആൾക്കാരുടെ ആയാലും കുറെ കീബോർഡ് പ്ലെയർ അല്ലേ ഇപ്പം? ഈ കഴിഞ്ഞ കലോത്സവത്തിനായിരുന്നു A ഗ്രേഡോടുകൂടി ഇപ്പം കവിതാരചന, കീബോർഡ്, പിന്നിപ്പം അഭിനയം എല്ലാം മുന്നോട്ട് കൊണ്ടുവന്നത്. അപ്പൊ ഇനി ഒരു 5 വർഷത്തിന് ശേഷം അഭിനയത്തിലേക്ക് പോവോ? ഏത് പ്രൊഫഷനിലേക്ക് ആകാശം താല്പര്യം? അല്ല, എനിക്ക് കൊച്ചുനാളിലോട്ട് അഭിനയമാണ്, അത് അച്ഛനും അറിയാം. പിന്നെ എനിക്ക് കീബോർഡ് വായിക്കാൻ നല്ലപോലെ ഇഷ്ടമാണ്. അപ്പം അച്ഛൻ പറഞ്ഞൊരു ഇതിൽ വെച്ച് ഞാൻ കീബോർഡ് പഠിക്കാൻ പോയി. എനിക്കത് കുറെ കൂടി ഇഷ്ടമാണ്. അതായത് ഒരു അഭിനയം മാത്രമല്ല, വേറൊരു കല കൂടി പഠിക്കുന്ന വലിയൊരു കാര്യമായതുകൊണ്ട് കീബോർഡ് ഞാൻ ഒരു 5-6 വർഷത്തോളം പഠിച്ചായിരുന്നു. കൊറോണ വന്നപ്പോഴാണ് ഞാൻ പഠിത്തം നിർത്തി പിന്നെ വീട്ടിൽ സ്വയമായി പ്രാക്ടീസ് തുടങ്ങിയത്. പക്ഷെ എന്നാലും ഞാൻ അഭിനയമാണ് ഇപ്പം നിർത്താതെ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. എല്ലാ ആഴ്ചയിലും ഇങ്ങനെ ആക്റ്റീവ് ആവാൻ വേണ്ടി സ്വന്തമായിട്ട് ഇങ്ങനെ ആക്റ്റീവായി ഇങ്ങനെ ഓരോരോ വീഡിയോ ഒക്കെ ചെയ്യും. യൂട്യൂബ് ചാനലുണ്ട്. ഞാൻ പിന്നെ 88-ൽ കവിതാരചനയിൽ സബ് ഡിസ്ട്രിക്റ്റിൽ 3ാം സ്ഥാനത്തായിപ്പോഴാണ്. ഇതുവരെ 1ാം സ്ഥാനം കിട്ടിയിട്ടില്ല കവിതാരചന. ഇപ്പം ഭാഷാഭൂഷണിയിൽ ഉൾപ്പെടെ, കലാകുമുദിൽ ഉൾപ്പെടെ കവിത വരുമ്പോൾ പുതിയ പ്രതിഭകൾ ഓർക്കേണ്ടതാണ്. ഇതൊക്കെ ഇങ്ങനെയൊക്കെ തോറ്റുപോയവനാണ് പിന്നീട് പരുവപ്പെടുന്നത്. അപ്പോൾ സബ് ഡിസ്ട്രിക്റ്റിൽ പോലും ഒരു 1ാം സമ്മാനം കിട്ടാത്ത എൻ്റെ മോനാണ് ഈ വർഷത്തെ സംസ്ഥാന സ്കൂൾ യൂത്ത് ഫെസ്റ്റിവലിൽ കവിതാരചനയിൽ 1ാം സമ്മാനം. അപ്പോൾ ഞാൻ ഈ 5 വർഷമായിട്ട് ഈ സംസ്ഥാന സ്കൂൾ യൂത്ത് ഫെസ്റ്റിവലിലെ വിധികർത്താവാണ്. അപ്പോൾ ഈ കവിതാരചനയ്ക്ക് ഇത്തവണ എനിക്ക് മാർക്കിടാൻ കഴിയായിരുന്നു, ഇവൻ അകത്തിരുന്ന് കവിത എഴുതുന്നതുകൊണ്ടാണ്. അപ്പോൾ എന്തായിരുന്നു കവിതയുടെ? തനിച്ചിരിക്കുമ്പോൾ ഓർക്കുന്നതായിരുന്നു കവിതയുടെ വിഷയം. അപ്പം ഇപ്പൊ തനിച്ചിരിക്കുമ്പോൾ ഓർക്കുന്നത് എന്ന് മാത്രം ഇങ്ങനെ നമുക്കൊരു വിഷയം തരും. പിന്നെ ആള് പിണങ്ങി പോകുമ്പോ അവിടെ വെച്ചൊരാളെ കാണുമെന്ന് പറയുമ്പോൾ പാട്ട് എഴുതുന്നത് പോലെയാണ് ഈ സംഭവം. ഇതൊരു സിറ്റുവേഷൻ സോങ് എഴുതുന്നത് പോലത്തെ ഒരു പരിപാടിയാണ്. അപ്പൊ തനിച്ചിരിക്കുമ്പോൾ എന്തെഴുതും? അത് എന്നെ വല്ലാതെ പുറത്തുനിന്ന് ആശങ്കപ്പെടുത്തി. ഞാൻ എങ്ങനെയൊക്കെയാണ് അവിടെ ബുദ്ധിമുട്ടിയത് പണ്ട്. അപ്പൊ എന്താണ്? തീപിടിച്ച ഹൃദന്തത്തിൽ നിന്നൊരു തേൻകിനാവ് പതുക്കെ പറക്കുന്നു, തോർന്നു പോകാ പ്രതീക്ഷകൾക്കുത്തര തീർപ്പു നൽകി തനിച്ചിരിക്കുന്നു ഞാൻ എന്ന് തുടങ്ങി ഒരു 22 വരി. അതെല്ലാവർക്കും സന്തോഷമായി. കാര്യം അറിയാമല്ലോ, ക്രിട്ടിക്സ് അവാർഡ് കിട്ടിയിട്ട് പോലും എല്ലാ ചാനലുകാരും ഒന്നും അവനെ ഇന്റർവ്യൂ ചെയ്യാൻ വന്നില്ല. പക്ഷെ മനോരമയും മാതൃഭൂമിയും വലിയ മുഖ്യധാരാ മാധ്യമങ്ങളും ചാനലുകാരും എല്ലാവരും എന്നെയും അവനെയും ചേർത്ത് വെച്ച് അതെ, ഒരു വീട്ടിലെ അച്ഛനും മകനും വല്ലാത്തൊരു സന്തോഷമുള്ള കാര്യമാണ് അതൊക്കെ. കാര്യം നമുക്കൊക്കെ ഒരു 10-30 സിനിമയിൽ പാട്ട് എഴുതിയിട്ട് ഒരു ഇന്റർവ്യൂ ചാനലില്ലെന്നും ഇന്നത്തെ പോലെ ഒന്നും അല്ല. ഞാൻ 50 സിനിമയിൽ പാട്ട് എഴുതിയതിനു ശേഷമാണ് ഇന്ത്യക്ക് പുറത്തു പോയത്. ഓ, അത് ശരി. അപ്പൊ നമുക്കൊന്ന് ഇന്ത്യക്ക് പുറത്തു പോകാൻ, അല്ലെങ്കിൽ കേരളത്തിന് പുറത്തെ മലയാളികളോടൊന്ന് സംവദിക്കാൻ ഒക്കെ ബുദ്ധിമുട്ടുള്ള ഒരു കാലത്താണ് നമ്മളൊക്കെ ഈ രംഗത്ത് വരുന്നത്. ഇപ്പൊ സിനിമയിൽ പാട്ട് എഴുതുക എന്ന് പറയുന്നത് ഇന്നൊക്കെ ഒരുപാട് എളുപ്പമാണ്. അന്ന്
ഒരു മോഹൻലാലിനോ അല്ലെങ്കിൽ മമ്മൂട്ടിക്കോ ഒക്കെ കൊടുക്കുന്ന പ്രതിഫലമാണ് ഓഡിയോ റൈറ്റ്. അത്രയും തന്നെ ഓഡിയോ റൈറ്റ് വിറ്റുപോകും. അപ്പോൾ അതിൽ സ്റ്റാർ വാല്യൂ ഉള്ള ആൾക്കാർ എഴുതണം. നമ്മളെ കൊണ്ടൊന്നും എഴുതിക്കില്ല. അങ്ങനെ എന്തെങ്കിലും സാറിന് വല്ല ദുരനുഭവം? പിന്നെ ഞാൻ 16 സിനിമയിൽ പാട്ടെഴുതി അവിടെ അതിൻ്റെ മുമ്പിലെത്തിയിട്ട് നഷ്ടപ്പെട്ടിട്ടുണ്ട്. 16 ഹരിഹരൻ പിള്ളയ്ക്ക് മുമ്പുള്ള കാര്യമാണ്. അത് ശരി. മലയാളത്തിൽ അന്നത്തെ ഏറ്റവും സജീവമായ ഗാനരചയിതാവ് പറയും രാജീവിനെ കൊണ്ട് മുഴുവൻ എഴുതിച്ചു. രാജീവ് എന്ന് പറഞ്ഞാൽ എൻ്റെ അർത്ഥം രാജീവ് മൊത്തം എഴുതിയ കാസറ്റ് വിറ്റ് പോകില്ല, ഇവനെ പറഞ്ഞു വിടുക എന്നാണ് എൻ്റെ അർത്ഥം. അത് ശരി. അദ്ദേഹം അതൊന്നും തുറന്നു പറയില്ല. അപ്പൊ എന്ത് ചെയ്യും? വാല്യുള്ള ആള് തന്നെ എഴുതും. പിന്നെ സിനിമയ്ക്ക് മുമ്പ് 16 വലിയ സിനിമയിലെ കാസറ്റുകളിൽ എൻ്റെ പാട്ടുണ്ട്. ചെറിയ പടങ്ങളൊന്നുമല്ല. രാക്കിളിപ്പാട്ട്, ചതുരംഗം, പിന്നെ ഏതൊക്കെയാണ്? രക്തസാക്ഷികൾ സിന്ദാബാദ്, സ്റ്റാലിൻ ശിവദാസ്, ആകാശഗംഗ, മേൽവിലാസം ശരിയാണ്, മാമ്പഴക്കാലം, രാക്കിളിപ്പാട്ട്, ഇങ്ങനെ കുറേ സിനിമകളിൽ കാസറ്റുകളിൽ മാത്രം. അന്ന് കാസറ്റ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ മേടിച്ചു കഴിഞ്ഞ് ഈ റേഡിയോയിൽ പ്ലേ ചെയ്യുന്നവർ പോലും ഇത് സിനിമാ പാട്ടായിട്ട് പ്ലേ ചെയ്ത് കളയും. നമ്മുടെ സിനിമയിലില്ല. പിന്നെ ഫില്ലർ സോങ്, സിനിമയിലില്ല, ഫില്ലർ സോങ്സ് എന്നാണ് എൻ്റെ പേര്. ഒരു സിനിമയിൽ ഇപ്പം സിനിമയിൽ 3 പാട്ടേ ഉണ്ടാവുള്ളൂ. ഇത് ഫില്ലറായിട്ട് ഒരു 7 പാട്ട് കൂടെ. സ്റ്റാലിൻ ശിവദാസിന് 1 പാട്ടേ ഉള്ളൂ, ബാക്കി 6 പാട്ടും സിനിമയിൽ ഇല്ലാത്ത പാട്ടാണ്. നമ്മൾ കാസറ്റ് മേടിക്കുന്നവർ ഓർക്കും 7 പാട്ടുള്ള സിനിമയാണ്, ബാക്കിയൊക്കെ ഞങ്ങൾ സംവിധായകൻ പോലും ഇത് അറിഞ്ഞിട്ടില്ല. സംവിധായകർ പോലും ഇത് അറിയില്ല, തിരക്കഥാകൃത്തുക്കൾ അറിയില്ല, സിനിമാക്കാർക്ക് അറിയാൻ പാടില്ലാതെ ശ്രോതാക്കൾക്ക് മാത്രം പരിചിതമായ കുറെ പാട്ടുകൾ. അപ്പോൾ അതിൽ നീലാമ്പലല്ലേ നീ എൻ്റേതല്ലേ ഇതൊക്കെ പാട്ട് ചതുരംഗത്തിൽ വലിയ ഹിറ്റായിരുന്നു അന്ന്. അല്ലീളങ്കിളിയെ അഴകുത്ത മൊഴിയെ മാമ്പഴക്കാലം തീരുന്നു. മാമ്പഴക്കാലത്തിലെ ടൈറ്റിൽ സോങ് പോലൊരു പാട്ടുണ്ട്. എം ജയചന്ദ്രൻ തന്നെയാണ് അതിന് ഈണയിട്ടത്. രാക്കിളിപ്പാട്ടിലുണ്ട്. പ്രിയദർശൻ രാക്കിളിപ്പാട്ടിലെ ആ പാട്ട് കേട്ടിട്ടുണ്ടോ എന്ന് സംശയമാണ്. കാര്യം എന്താ? അത് കാസറ്റിൽ മാത്രമാണ്. അപ്പൊ പിൽക്കാലത്ത് പ്രിയദർശൻ സിനിമകളിലും ജോഷി സിനിമകളിലും ഒക്കെ പാട്ട് എഴുതുമ്പോൾ അവരോടൊക്കെ ഇത് ഞാൻ സൂചിപ്പിച്ചിട്ടുണ്ട്, ഇങ്ങനെയൊക്കെ സംഭവിച്ചിട്ടുണ്ടെന്ന്. വലിയ പാടാണ് രംഗത്തേക്ക് വരിക എന്ന് പറയുന്നത്. നമ്മള് ചെറിയ കാര്യമാണ് മത്സരം എന്ന് പറഞ്ഞ കാര്യം. വളരെ വേഗത്തിൽ ഓടുകയാണ്, മഹാപ്രതിഭകൾ സഞ്ചരിക്കുകയാണ്. നമ്മളെപ്പോലൊരു സാധാരണക്കാരന് ആ സ്വപ്നം സാധ്യമാക്കാൻ ഒരാളുടെ ഇച്ഛാശക്തിയാണ് ഈ ഓട്ടം. അതിൽ കൃപയുടെ ചുംബനം ഉണ്ടാവണമെന്നാണ്. മനസ്സിലായ? കൃപ, ദൈവത്തിൻ്റെ ഒരു ഉമ്മ കിട്ടിയില്ലെങ്കിൽ ഈ സ്വപ്നം സാധ്യമാവില്ല. അപ്പോൾ ഒരുപാട് അനുഗ്രഹങ്ങൾ കിട്ടിയിട്ടുണ്ട്. പിന്നെ ഒരുപാട് പേരുടെ പരിചയം, ഒത്തിരി വലിയ ആൾക്കാർ നമ്മളെ ഇങ്ങനെ കൈപിടിച്ചില്ലേ. മോഹൻലാൽ ചിത്രത്തിലേക്ക് എന്നെ കൊണ്ടുവരാൻ കൈപിടിച്ച് വാദിച്ച പ്രിയപ്പെട്ട എം ജി ശ്രീകുമാർ, എന്നെ ഒരു അനുജനെ പോലെ ചേർത്ത് നിർത്തിയ എം ജി ശ്രീകുമാറിനെ നീ എങ്ങനെ മറക്കാൻ നോക്കും? മേടയിലെ വീട്ടിൽ ഒത്തിരി വട്ടം എന്നെ ചേർത്ത് നിർത്തിയിട്ട് അതൊക്കെ മറക്കാൻ നോക്കൂല. എം ജി രാധാകൃഷ്ണൻ ചേട്ടൻ, യോണി സാഗരിക, ഒരു മോഹൻലാൽ ചിത്രത്തിലെ എല്ലാ പാട്ടുകളും എഴുതി എന്നെ അവതരിപ്പിച്ചില്ലേ. ഒരുപാട് വലിയ ദീപസ്തംഭങ്ങളുണ്ട്. ആദ്യമായി എനിക്ക് 250 രൂപ എന്ന് പറഞ്ഞിട്ട് 30 വർഷം മുമ്പ് തന്ന രാജൻ പി ദേവ്. ഈ 30 വർഷമായിട്ടും എനിക്ക് സാമ്പത്തിക ബുദ്ധിമുട്ടുണ്ടാവാതെ കലയിൽ എനിക്ക്, ഞങ്ങൾ 10-22 രാജ്യങ്ങളിൽ ഞാനും എൻ്റെ മോനും കൂടെ പോയി. ഇതൊക്കെ ആ 250 രൂപയുടെ പുണ്യമാണ്. അങ്ങനെയാണ് ഞാൻ എന്നെ കാണുന്നത്. അതൊരു വല്ലാതെ പുണ്യമായിട്ട് കണക്കാണ്. രാജൻ പി ദേവുമായിട്ടുള്ള ഓർമ്മകൾ എന്തൊക്കെയാണ്? ഈ ചേർത്തല എന്ന് പറയുന്ന പ്രദേശം, ചേർത്തല എൻ്റെ നാടാണ്. ചേർത്തലയിൽ ഞങ്ങൾ 2 പേരെയാണ് എക്കാലവും ധ്യാനിക്കുന്നത് പ്രതിഭകളായി. ഒന്ന് വയലാർ രാമവർമ്മ, വല്ലാത്ത ജീവിത പ്രാരാബ്ധങ്ങൾക്കിടയ്ക്ക്, ദുഃഖങ്ങൾക്കിടയ്ക്ക്, ഔപചാരിക വിദ്യാഭ്യാസത്തിൻ്റെ അപര്യാപ്തകൾക്കിടയ്ക്ക് മഹാകവിയായി മാറിയ വലിയ ആളാണ് വയലാർ രാമവർമ്മ. രണ്ടാമത്തത് രാജൻ പി ദേവാണ്. നാടകം കളിച്ച് പിന്നെ എല്ലാം നഷ്ടപ്പെട്ട് ജീവിതം പ്രതിസന്ധിയിലായ ഒരാൾ 4 ഭാഷകളിലെ പ്രിയപ്പെട്ട നടനായി, ക്യാമറ ഫേസിലെന്ന് പറഞ്ഞയാൾ നമുക്കിഷ്ടപ്പെട്ട മുഖമുള്ളയാളായി. ഇതൊരു വല്ലാത്ത പ്രചോദനമാണ്. അപ്പോൾ ആ രാജൻ പി ദേവ് എന്നെ അദ്ദേഹത്തിൻ്റെ 2ാമത്തെ നാടകത്തിൽ എനിക്ക് അവസരം നൽകി, എന്നെ ചേർത്ത് പിടിച്ചു. അതൊക്കെ വലിയ ഒരു അനുഗ്രഹമാണ്. എൻ്റെ നാട്ടിൽ തന്നെയാണ് ജോണി സാഗരിക. അദ്ദേഹമാണ് എന്നെ സിനിമയിൽ കാസറ്റിലൊക്കെ അവതരിപ്പിച്ചത്. ഇപ്പം നമ്മൾ ഈ ജാതിയും മതമൊക്കെ പറയുന്നവരൊക്കെ ഇത് ഏത് ജാതിയാണ് മതമാണെന്നും ചിന്തിക്കാതെ കൈപിടിച്ച ഒരു കാരുണ്യമുണ്ട്. ഇത് മതാതീതമാണ് സ്നേഹം. നമ്മൾ ഈ മതവും ജാതിയൊക്കെ പറയുന്നവർ എപ്പോഴും ചിന്തിക്കുന്നത് സങ്കുചിതമായി ചിന്തിക്കുമ്പോഴാണ്. മതം, ജാതി ഒക്കെ നമ്മൾ തമ്മിൽ സംസാരിക്കുന്നതൊന്നും ഓർത്തിട്ടില്ലല്ലോ. നമ്മളെവിടെ നിന്ന് ഈ ഇലകൾ കൂട്ടിമുട്ടുമെന്ന് ഓർത്ത് അകറ്റി നട്ട മരങ്ങളാണ് നമ്മൾ എന്നൊരു കവിതയുണ്ടല്ലോ. പക്ഷെ വേരുകൾ തമ്മിൽ കെട്ടിപ്പിടിക്കുന്നത്
ആർക്കും തടയാനാവില്ല എന്നാണ്. അപ്പോൾ ഒരു വേരുണ്ട്, മലയാളത്തിൻ്റെ ഒരു വേരാണ് നമ്മളെ ഇങ്ങനെ ചേർത്ത് നിർത്തിയിരിക്കുന്നത്. സ്നേഹത്തിൻ്റെ പേര്, ആർദ്രതയുടെ പേര്. പുതിയ ഗാനരചയിതാക്കളെ ഇപ്പം BK ഹരിനാരായണനെ പോലെയുള്ള ആൾക്കാരുടെ ഗാനങ്ങളും സാറ് ശ്രദ്ധിച്ചിട്ടുണ്ടാവുമല്ലോ. എന്താ സാറിന് തോന്നിയിട്ടുള്ളത്? കാരണം പുതിയ ഒത്തിരി പേര് കടന്നു വരുന്നുണ്ട്. ഇപ്പം പറഞ്ഞതുപോലെ വളരെ പെട്ടെന്ന് അവർക്ക് സാമ്പത്തികം സ്ഥിതിയും വളരെ മെച്ചപ്പെട്ടും വരുന്നു. അപ്പം സാറിനെ പോലുള്ളവർ വന്ന സമയത്ത് അത്രയും ഇല്ലായിരുന്നു. പ്രതിഫലത്തിന്റെ കാര്യത്തിലാണെങ്കിലും ഇത്ര സിനിമകൾ കഴിഞ്ഞതിന് ശേഷമാണ് സാറിനെ പോലും അറിയപ്പെടുന്നതെന്ന് പറഞ്ഞു. അതൊരു വലിയ മാറ്റമല്ലേ? വലിയ മാറ്റമാണ്. ONV സാറ് അവസാനം മേടിച്ച പ്രതിഫലത്തിന്റെ 3 ഇരട്ടിയാണ് ഇപ്പോഴത്തെ ഗാനരചയിതാവിന്റെ പ്രതിഫലം. എൻ്റെ കാര്യം പൊയ്ക്കോട്ടെ, ONV സാറിന്റെ കാര്യം പറയുമ്പോൾ മനസ്സിലാവുമല്ലോ. ഞങ്ങളൊക്കെ മേടിച്ച പ്രതിഫലത്തിന്റെ 3 ഇരട്ടി ഇപ്പോൾ വന്ന പുതിയ ഗാനരചയിതാവ് ഫിക്സ് ചെയ്ത് കളഞ്ഞു. അത് ഞങ്ങൾക്കും ഗുണമായി. ഇപ്പോഴത്തെ ഞാൻ ഞെട്ടിപ്പോവാണ്. ഇപ്പോഴത്തെ ഈയുടെ പാട്ട് എഴുതിയപ്പോഴൊക്കെ തന്ന പ്രതിഫലമൊക്കെ കേട്ടപ്പോൾ ഞെട്ടിപ്പോയി. വലിയൊരു മാറ്റം തന്നെയാണ്. ഇത്രയും കിട്ടുമോ എന്ന്, ഇത് മേടിക്കാൻ പേടിയാ. സമ്മേളനത്തിനൊക്കെ ഇപ്പൊ കിട്ടാറുണ്ട്, കോളേജിലൊക്കെ പോകുമ്പോൾ കിട്ടുന്ന പ്രതിഫലം തന്നെ ഒരു പാട്ട് എഴുതിയാൽ കിട്ടുന്നു എന്നുള്ളത്. അതൊക്കെ അവർ ഫിക്സ് ചെയ്തതാണ്. ബുദ്ധിമുട്ട് അത്രയ്ക്കൊന്നും സ്ട്രഗിൾ ചെയ്യാതെ ഈ സിനിമയിലെത്തിയവർക്ക് അത് മേടിക്കാൻ ആർജവം ഉണ്ടായി. വലിയ മഹാപ്രതിഭകളാണ് എല്ലാ ഗാനരചയിതാക്കളും കേട്ടോ. ഹരിനാരായണനായാലും പിന്നാരൊക്കെ മോനെ, പിന്നെ സുഹേൽ കോയ, മനു മഞ്ജിത്ത്, എന്നെക്കാളും പിന്നെ അവരെ ആണ് ഇഷ്ടം. അവൻ്റെ കാലത്ത് നന്നായി പാട്ട് എഴുതുന്ന എൻ്റെ അനുജന്മാരാണ്. അവരൊക്കെ ജീവിതം തൊട്ടറിഞ്ഞവരാണ്. ഒറ്റ കാര്യത്തിൽ എല്ലാവരും ആലോചിക്കുക. എങ്കിലും പഴയ കാലം ഇപ്പം നമുക്ക് കുറച്ചുപേരെ അറിയാം, എല്ലാവരും ശ്രദ്ധിക്കുന്നുണ്ട്. പക്ഷെ പണ്ട് കാലങ്ങളിൽ അങ്ങനെ അത്രയും ശ്രദ്ധിക്കുന്നില്ല. ഗാനരചയിതാവിനെ ആരും ശ്രദ്ധിക്കാറില്ല എന്ന് തോന്നാറുണ്ട്. ഇല്ല, ഞാനിപ്പോൾ ചക്രവർത്തി എന്ന പാട്ട് എഴുതിയ രാഘവനേക്കാൾ കൂടുതൽ വയലാറിനെ എല്ലാവരും പാട്ട് പാടിയ രാഘവനെ മറന്നു പോകുമ്പോഴും വയലാറിനെ ഓർക്കില്ലേ? ഈ ആഘോഷം കഴിഞ്ഞിട്ട് ഒരു അനുഭവത്തിൻ്റെ ആലോചനാമൃതമാവും കുറേ കഴിയുമ്പോൾ. ആലാപനാമൃതമാണ് ആദ്യം. അതുകൊണ്ടാണ് ഗായകൻ ഇഷ്ടപ്പെടുന്നത്, സംഗീത സംവിധാനം അത് കഴിഞ്ഞിട്ട് നമ്മൾ ഓർക്കുന്നത്. പക്ഷേ കുറേ കഴിഞ്ഞിട്ട് നാട്ടിൻപുറത്തേന്ന് ചോദിച്ചു നോക്കി, മങ്കൊമ്പിൻ്റെ പാട്ടെന്നേ പറയുള്ളൂ. നാടൻ പാട്ടിൻ എന്ന് പറയുമ്പോൾ മങ്കൊമ്പ് എന്ന് പറയും. ചുനക്കര അല്ലെങ്കിൽ കാവാലം, PR പ്രസാദ്, വയലാർ ശരചന്ദ്രവർമ്മ എന്നൊക്കെ പറയുമ്പോൾ, റഫീഖ് അഹമ്മദ് എന്നൊക്കെ പറയുമ്പോൾ അവരുടെ പാട്ട് ഈണം ചെയ്ത ഈണത്തിൻ്റെ തേൻ പുരട്ടിയവരെക്കാൾ കൂടുതൽ ആഘോഷിക്കുന്നതും അനുഭവിക്കുന്നതും എഴുത്തുകാരിയാണ്. അതിന് സമയമെടുക്കുമെന്നേ ഉള്ളൂ.